ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കർത്താവായ യേശുക്രിസ്തു സ്വന്തം ജീവൻ നൽകി നമ്മളെ ഓരോരുത്തരും രക്ഷിച്ചു, അല്ലേ? ആ അപ്പന് നമുക്ക് അല്ലെങ്കിൽ അപ്പനോട് നമ്മൾ ചെയ്യുവാനുള്ള ഒരു നിർബന്ധം നമ്മളിൽ ഓരോരുത്തരിലും കിടക്കുന്ന ഒന്നാണ്. അറിയിക്കുക, സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. ഈ സുവിശേഷം നമ്മൾ എന്ത് ചെയ്യണം? അനേകരിലേക്ക് എത്തിക്കണം. ഇത് നമ്മളിൽ കിടക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കറിയാം, ഏറ്റവും സ്നേഹിക്കുന്ന ഒരു അപ്പൻ തൻ്റെ മരണ ദിവസം തൻ്റെ മകന് ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു മകനോട് ഒരു കാര്യങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട്, ഇന്ന പോലെ നീ ചെയ്യണം എന്ന്. അതൊരിക്കലും ആ സ്നേഹമുള്ള മകൻ എന്ത് ചെയ്യത്തില്ല, അതിനെ അവഗണിക്കാൻ കഴിയുകയില്ല. കാരണം തൻ്റെ അപ്പൻ്റെ ലാസ്റ്റ് അപ്പൻ പറഞ്ഞ ഒന്നാണ്. അതേപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. നമ്മളിൽ ഓരോരുത്തരിലും എന്ത് കടപ്പുണ്ട്? ആ ദൈവത്തിൻ്റെ സത്യസുവിശേഷം അനേകരിലേക്ക് എത്തണം. ഹല്ലേലൂയ. ഈ സുവിശേഷം എത്തുമ്പോൾ എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, ചിലപ്പോൾ ഒരു വചനങ്ങൾ കൊണ്ടായിരിക്കാം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ തരുന്ന ഒരു വചനം ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇടപെടാം. അങ്ങനെ പലതും എന്ത് ചെയ്യുക, അവർ ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവം ആ ലുദിയാടെ ഹൃദയത്തെ തുറന്നതുപോലെ അവരുടെ ഹൃദയത്തെ തുറക്കുകയും അവർ രക്ഷിക്കപ്പെടാറുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചപ്പോൾ അവിടെ ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് താഴേക്ക് വായിക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അല്ലേ? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. വെളിച്ചം എന്ത് ചെയ്യുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അതായത് ദൈവം ജീവനാണ്. ആ ജീവൻ ആണ് മനുഷ്യരുടെ വെളിച്ചമായിരിക്കുന്നത്. അപ്പം എൻ്റെയും നിന്റെ ഉള്ളിലിരിക്കുന്ന വെളിച്ചം ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൻ്റെ ജീവനാണ് എൻ്റെയും നിന്റെ ഉള്ളിലിരിക്കുന്നത്. അതൊരു പ്രകാശമായിരിക്കുകയാണ്. എന്തിനാണ് ഈ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അനേകരിലേക്ക് ആ പ്രകാശം എത്തിക്കുവാനാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9 ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് ഇരുട്ടിലിരിക്കുന്ന, എത്ര വലിയ കഠിന ഹൃദയമുള്ളവനായിക്കൊള്ളട്ടെ, ഏതു മനുഷ്യനെയും വെളിച്ചത്തിലേക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ ആ ഒരു സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യ വെളിച്ചം തന്നെയല്ല നമ്മളിലും വ്യാപരിക്കുന്നത്. ആ വെളിച്ചം തന്നെയല്ല നമ്മുടെ ഉള്ളിലും ദൈവം നൽകിയിരിക്കുന്നത്. അതെന്തിനാ? ചുമ്മാ അടങ്ങിയിരിക്കുവാനല്ല ദൈവമക്കളെ. അനേകരെ എന്ത് ചെയ്യണം? നമ്മുടെ വെളിച്ചം കത്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചം പകർന്നുകൊണ്ട് അനേകരെ എന്ത് ചെയ്യണം? പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് രക്ഷിപ്പാനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിലൊക്കെ പല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിന് അനേക നന്മകൾ പ്രാപിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? ഒരു ആത്മീയത ഇപ്പോൾ എപ്പോഴും ഒതുങ്ങിക്കൂടുന്നത് എന്തിലായിരിക്കും? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം, അത് ആത്മീയത എന്നും പറഞ്ഞ് ചിന്തിച്ചു ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ഒരിക്കലും അതൊന്നുമല്ല ആത്മീയത. കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക, അതിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്നിലും നിന്നിലും ഇരിക്കുകയാണ്. അത് നമ്മളൊരു നിർബന്ധമായി കടക്കുകയാണ്. ഹല്ലേലൂയ. ആ നിർബന്ധം കടക്കുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് നമുക്ക് എത്ര നാൾ ഓടാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ. കൊലോസ്യർ 1:27 ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പം ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. യോഹന്നാനിൻ്റെ സുവിശേഷം തന്നെ 7:37 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുള്ളൂ. അതായത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെയുള്ള എന്തൊഴുകും? ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നോട്ട് നദി, നദികൾ ഒഴുകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്, അല്ലേ? അപ്പം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവമക്കളെ. ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ അവസ്ഥ എന്താണിപ്പോൾ?
ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാപിച്ച് ഒന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി അങ്ങനെ ഒരു മന്ദത ഉള്ളവരായി തീരാതെ, അതായത് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകരുതെന്നല്ല, ഞായറാഴ്ച പോകരുതെന്നല്ല, ആമേൻ സ്തോത്ര ഹല്ലേലൂയ. എല്ലാ ദിവസവും നമ്മൾ കർത്താവിനെ ഒറ്റ ദിവസം കൊണ്ട് ഒതുങ്ങിപ്പോകരുത് നമ്മുടെ ആത്മീയത. അതാണ് അതിൻ്റെ പ്രാധാന്യം. എല്ലാ ദിവസവും അത് നമ്മുടെ ഉള്ളിൽ കത്തണം. അല്ലാതെ ഞായറാഴ്ച എന്നൊരു ദിവസം മാത്രം പ്രകാശിക്കുന്നതും കത്തുന്നതും ആയിരിക്കരുത് നമ്മുടെ അഭിഷേകം. എല്ലാ ദിവസവും ആമേൻ സ്തോത്രം. അതൊരു നമ്മുടെ ലൈഫിലൊരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ്. ഒരു ദിവസം ഒതുങ്ങി പോകണ്ട നമ്മുടെ ആത്മീയത. ഹല്ലേലൂയ. എല്ലാ ദിവസവും അതൊരു തീയായി നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു പ്രകാശം പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഏത് സമയവും നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ കെടുത്തുവാൻ സാത്താൻ പല രീതിയിൽ പലതും കൊണ്ടുവരാൻ ദൈവമക്കൾ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ. ദൈവവചനം ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. നിങ്ങൾ വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത്, അല്ലാതെ കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും കബോർഡിൻ്റെ അകത്തും ഇരിക്കാനല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വിളക്ക്. അതേപോലെ തന്നെ വിളക്ക് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. വീണ്ടും നമുക്ക് ഗിരിപ്രഭാഷണത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായ ഇരുട്ട് എത്ര വലിയത് ചിന്തിച്ചു നോക്ക് ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരു പ്രകാശമാണ്. നമ്മളും കൂടെ ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ച് നമ്മൾ ഇരുട്ടായ അതെന്താണ് അല്ലേ. ദൈവം നമ്മളിൽ അയച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അവിടെ തീർന്നു പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ ഓരോരുത്തരെ അയച്ചിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ദൈവം നമ്മൾ അയച്ചിരിക്കുന്ന എന്തിനാണ്? നമ്മളിൽ തന്നെ വെളിച്ചം നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് പകരുവാനാണ്. നമ്മളിലുള്ള ഒരു അഭിഷേകം അത് അനേകരിലേക്ക് എത്തിക്കുവാനാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളിലുള്ള വെളിച്ചത്തെ നമ്മൾ തന്നെ കെടുത്തി അതുപോലും ഇല്ലാണ്ടാക്കിയ നമ്മൾ ജീവിക്കുന്ന പലപ്പോഴും. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് ദൈവമക്കളെ. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മൾ വിളക്ക് തണ്ടിന്മേൽ എടുത്തു വെക്കണം. അനേകർക്ക് അത് പ്രകാശിക്കുന്ന രീതിയിൽ അതിനെ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. ഇപ്പം ഇരുട്ടിൻ്റെ അധികാരത്തിൽ അനേകർ കിടപ്പുണ്ട്. പാപത്തിൻ്റെ ചേറ്റിൽ അനേകർ കിടപ്പുണ്ട്. ഇവരെ രക്ഷിക്കുവാൻ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ജീവനാകുന്ന ജീവന്റെ പ്രകാശം കത്തിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മൾ അനേകരിലേക്ക് എത്തിക്കുക. ഇതാണ് യഥാർത്ഥത്തിലൊരു സുവിശേഷം. ആമേൻ സ്തോത്രം. അപ്പം ഈ ഒരു സുവിശേഷം നമ്മൾ അനേകരിലേക്ക് എത്തിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മുടെ സ്കൂളിലായാലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും സംസാരിക്കുക, ജാതികളുടെ മുമ്പിലൊക്കെ പറയുവാൻ ചിലപ്പോൾ ഒരു ലജ്ജയൊക്കെ കാണും. ഈ ലജ്ജയൊക്കെ എടുത്ത് മാറ്റണം. നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഒരു വാക്കായിക്കോട്ടെ 2 വാക്കായിക്കോട്ടെ അത് പറയുവാൻ ഒരിക്കലും നമ്മൾ കാണിക്കരുത്, ലജ്ജിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. റോമറിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ. റോമർ 1-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണാം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് നമ്മളും പറയണം, എനിക്കൊരു ലജ്ജയില്ല. ആരുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഒരു ലജ്ജയും നമുക്ക് വരരുത്. ഹല്ലേലൂയ. അതെല്ലാം നമ്മൾ ലജ്ജിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രകാശം മങ്ങുവാനിടയായിത്തീരും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പല കഴിവുകളും ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ അതിനെ മറച്ചു പിടിച്ചിരുന്ന അവസ്ഥ. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് വീണ്ടും താഴേക്ക് അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യവനനും അത് രക്ഷയ്ക്കായ ദൈവശക്തിയാണ്. അപ്പം നമ്മളിൽ കടക്കുന്ന സുവിശേഷം അതൊരു ദൈവീക ശക്തിയാണ്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ. അപ്പോൾ നമ്മളിൽ എന്ത് കടപ്പുണ്ട്? ഒരു നിർബന്ധം കടപ്പുണ്ട് അല്ലേ. ചിലപ്പോൾ അത് ഭയങ്കര കഷ്ടതയിലായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നത്. എന്നിലൊരു സുവിശേഷമുണ്ട്, എന്നിലൊരു ശുശ്രൂഷയുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ സ്തോത്രം അതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഓടരുത്. നമ്മൾ ദൈവം തന്നത് നിർബന്ധിക്കുകയാണ്, നമ്മളത് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ ദൈവത്തെക്കുറിച്ച് നീ ഇപ്പോൾ എവിടെ ആയിക്കൊള്ളട്ടെ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, എവിടെ ആയിക്കൊള്ളട്ടെ, ആരുടെ മുമ്പിലായിക്കോട്ടെ, ഒരിക്കലും ലജ്ജിക്കരുത്. സത്യസുവിശേഷം അവരുടെ മുമ്പിൽ നമ്മൾ നമ്മൾ പകരണം. നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നവരായി തരണം. അതുകൊണ്ട് ആ ഒരു നിർബന്ധം നിന്റെ ഉള്ളിൽ കടക്കുകയാണ് ദൈവമക്കൾ. അത് നമ്മൾ തിരിച്ചറിയുക.
ഹല്ലേലൂയ. ആ കർത്താവിനെ കുറിച്ച് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആ ദൈവ സ്നേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകയുള്ള വിളക്കുകളായി നമ്മൾ അനേകരിലേക്ക് വെളിച്ചം പകരുന്നവരായി നമുക്ക് തീരാം ദൈവമക്കളെ. ആ ഒരു നിർബന്ധം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വെളിച്ചം അത് നമ്മുടെ ഉള്ളിൽ ആദ്യം നന്നായി കത്തണം. ഹല്ലേലൂയ. അതിന് നമ്മൾ തന്നെ പല പാപങ്ങൾ ചെയ്ത് ലോകപരമായി ജീവിച്ചുകൊണ്ട് ഇരുന്നാവുന്നു അത് എന്ത് ചെയ്യത്തില്ല, അത് മങ്ങിപ്പോവാൻ ഇടയായി തരും. അതൊരിക്കലും മങ്ങിപ്പോകാതെ വണ്ണം അത് പ്രകാശിച്ച് അതെന്ത് ചെയ്യണം, അനേകരിലേക്ക് നമ്മളത് പകരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. അപ്പോൾ മറക്കരുത്, എന്നിലും നിന്നിലും സുവിശേഷം അറിയിക്കുവാൻ ഉള്ളൊരു നിർബന്ധം കടപ്പുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ പാട്ട് പാടാൻ നിർബന്ധിക്കുന്നില്ല, ബൈബിള് വായിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വചനമുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ നിർബന്ധിക്കുക എന്നില്ല അല്ലേ? സുവിശേഷം പക്ഷെ അറിയിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം നിർബന്ധിക്കുന്നുണ്ട്. സുവിശേഷം അറിയിക്കണമെങ്കിൽ അത് നിന്റെ വിളക്ക് നീ സൂക്ഷിക്കുക. നിന്റെ വിളക്കിന്റെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകരുത്. അത് കെടുത്തുവാൻ ചിലപ്പോൾ സാത്താൻ ആദ്യം നോക്കും. അത് കെട്ടുപോകല്ല. കാരണം ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ വെളിച്ചം. ഈ വെളിച്ചമാണ് എന്ത് ചെയ്യുന്നത്, ഏവനെയും ഏതു മനുഷ്യനെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സത്യ വെളിച്ചം എന്ത് കൊണ്ട് വന്നുകൊണ്ടേയിരുന്നു. ഏതു മനുഷ്യനെ ഇരുളിൻ്റെ കടക്കുന്ന ഏത് അവസ്ഥയായിരിക്കും അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും നിന്നിലുള്ള പരിശുദ്ധാത്മാവിന്, നിന്നിലുള്ള വെളിച്ചത്തിന്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കുക. നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കുക, പരിപാലിക്കുക. അതിനെ വചനങ്ങൾ കൊണ്ട്, ദൈവവചനങ്ങൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യുക, പരിപാലിക്കുക. ദൈവവചനങ്ങളുടെ ധൈര്യമുള്ളവരായി നമുക്ക് തീരാം. ദൈവവചനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിന്ന് പ്രാപിക്കുന്ന കൃപകൾ കൊണ്ട്, സ്തോത്രം, ദൈവശക്തി കൊണ്ട് നമ്മളെ തന്നെ നമുക്ക് ബലപ്പെടുത്തി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുക, അനേക ഇരുളിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.